വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു ഗാർഡൻ ടൂറാണ് നടത്തുന്നത്. ഞാൻ 4 വർഷം മുന്നേ ചെയ്തായിരുന്നു. സോ അഗൈൻ മമ്മിയുടെ കുറച്ചും കൂടെ കളക്ഷൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ശംഖുപുഷ്പവും തുളസിയൊക്കെയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതൊരു ഒരു ഒരു ലാവൻഡർ കളർ എന്ന് പറയാം, ലൈറ്റ് പിങ്ക് കളർ ഒരു ഫ്ലവറിങ് പ്ലാന്റ്. പിന്നെ ഇത് നിങ്ങൾക്കറിയാവുന്ന ഓറിഗാനോ, പിന്നെ ഒരു ചെറിയ ചേമ്പൻ തണ്ട്. സോ പിന്നെ ഇവിടെ ചീരയുടെ കളക്ഷൻസ് ഉണ്ട്, ഒരു ചെറിയ മഞ്ഞളും ഉണ്ട്. ഇതൊക്കെ മമ്മി ചെറുതായിട്ട് കൊണ്ട് വെക്കുന്ന ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നത്. ഈ ചേമ്പൻ തണ്ട് എവിടുന്നോ മമ്മിക്ക് കിട്ടിയത് ഒരെണ്ണം, അതും പിന്നെ നന്നായിട്ട് എല്ലാ ചട്ടിക്കകത്തും വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ഹൈബിസ്കസ്, ഇത് അതേപോലെ ഒരു ചെറിയൊരു തൈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ മമ്മിയുടെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ്. ഇതൊരു ചീരയൊക്കെ പോലെയാണ്. ഇത് നമുക്ക് തോരനൊക്കെ വയ്ക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മുടെ പൂച്ചവാലൻ ചെടിയാണ്, അതും മമ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ബീൻസുണ്ട്, ബീൻസും അതേപോലെ തന്നെ ഇതും ആ സെയിം പൂച്ചവാലൻ ചെടി. പിന്നെ ഇപ്പുറത്തും അതേപോലെ ആ ചീരയുടെയും, പിന്നെ പിങ്ക് കളറിൻ്റെ തന്നെ ലാവൻഡർ ഷെയ്ഡിലുള്ള ഫ്ലവറും ഉണ്ട്, അതും ഇതിനകത്ത് തന്നെ നട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ഒരു ഇത് കൊളുന്തെന്ന് പറയും, അത് നമ്മൾ ഈ മുല്ലപ്പൂവിൻ്റെ ഇടയിലൊക്കെ വെക്കാറില്ലേ, അതാണിത്. ഇതും നമ്മളൊരു മാർവാടി റോഡിൽ നിന്ന് വാങ്ങിച്ച ഒരു ഗണേശപ്പയ്ക്ക്. പിന്നെ ഇതും അതേപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ആ ഒരു ചെറിയ ഒരു തണ്ട് കൊണ്ടുവച്ച് അതിങ്ങനെ പടർന്ന് പന്തളിച്ചു കേട്ടോ. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ മണി പ്ലാന്റ് ആണ്. പിന്നെ ഇത് മീനാറിപ്പൂ, അതായത് ഇതിനെന്താ പറയുക, പെരിവിങ്കിൾ. യെസ്, അത് നോക്കിക്കുക എങ്ങനെ പടർന്ന് കിടക്കുന്നതെന്ന്. അപ്പുറത്തെ പറമ്പിലേക്കൊക്കെയാണ് പടർന്ന് കിടക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ 10 മണിപ്പൂ, അത് 10 മണിക്കാണ് അത് വിടരുന്നത്. പിന്നെ ഇത് വന്നിട്ട് നാരകം, അതിനകത്ത് നാരകതരം ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് നമ്മൾ കിഡ്നി സ്റ്റോണിനൊക്കെ ഈ ഇല നല്ലതാണ്, അത് നമുക്ക് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. പിന്നെ ഇതൊരു കാക്ടസ് വളർന്നിട്ടുണ്ട്. പിന്നെ ഈ ചെടി, ഇതൊരു പ്രത്യേകതരമാണ് കേട്ടോ, റോസാ ചെടിയാണ്. പക്ഷെ ഒരു റോസ് പോലും ഉണ്ടായിട്ടില്ല, ഇങ്ങനെ പടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു ചേമ്പിൻ്റെ തണ്ടുണ്ട്, അതേപോലെ തന്നെ കറിവേപ്പില, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തുളസിയുമുണ്ട്. ഇത് രണ്ടുപേരും ജോയിൻ്റായിട്ട് വളരുകയാണ്, നല്ല രസമല്ലേ. പിന്നെ നോക്കിക്കേ, ചെടിയോ ചെടിച്ചട്ടിയോ മണ്ണോ ഒന്നും വേണ്ട, എങ്ങനെയാണ് തുളസി കിളിച്ചിരിക്കുന്നത് നോക്കിക്കേ. വിത്തൗട്ട് എനി സോയിൽ നോർ വാട്ടർ നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് കണ്ടോ. ആ ഒരു മനസ്സുണ്ടായാൽ മതി. എൻ്റെ മമ്മിക്ക് ഭയങ്കര ഫൗണ്ടാണ് ഇങ്ങനെ ഗാർഡനിങ് ചെയ്യാൻ. പുള്ളിക്കാരി എന്തെങ്കിലും ഒന്ന് നട്ടാൽ മതി, അത് നന്നായിട്ട് വളരും, അതേപോലെ നീളവും വയ്ക്കും. അപ്പം അത്രയും വലിയ കെയറാണ് കൊടുക്കുന്നത്, സ്വന്തം മക്കളെക്കാട്ടി സ്നേഹമാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് വയലറ്റ് കളർ പച്ചമുളകാണ്, അത് പൂത്തിട്ടുണ്ട്. പിന്നെ ചേമ്പൻ തണ്ട് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയുടെ ചെറിയ തൈ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് ക്രിസാന്തമം, ദാറ്റ് ഈസ് ലൈക്ക് എന്താ പറയുന്നത്, ജമന്തി. പിന്നെ ഇവിടെയും കുറച്ച് തുളസിയുണ്ട്. ഇത് മുല്ലയാണ് കേട്ടോ, അത് ആ സീസൺ വരുമ്പോഴേ മുല്ലപ്പൂ ഉണ്ടാകത്തുള്ളൂ. ഇതൊരു ഷോ പ്ലാന്റ് ആണ്, അത് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. പിന്നെ അതേമാതിരി ആ തുളസി കിളിച്ച പോലെ തന്നെ നമ്മുടെ നോക്കിക്കേ പെരിവിങ്കിളും എവിടെ നിന്നൊക്കെയാണ് കിളിച്ച് വന്നിരിക്കുന്നതെന്ന്. അവർക്കും ഇതുപോലെ സിമെൻറ്റിൻ്റെ ഇടയിൽ കൂടെ അവർ നന്നായിട്ട് കിളിക്കുകയാണ്. ഇതും ഒരു ഷോ പ്ലാന്റ് ആണ്. പിന്നെ അതിൻ്റെ ഡിസൈനിങ് ഒക്കെ ഒരു 4 വർഷം മുന്നേ കൊറോണ ടൈമിൽ ഞാൻ ചെയ്തതാണ് ചട്ടിക്കകത്തൊക്കെ. പിന്നെ ഇതും ഒരു ഷോ പ്ലാന്റ് ആണ്, ഇതും കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ശംഖുപുഷ്പമൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന്. പിന്നെ അതേപോലെ തന്നെ 4 മണിപ്പൂ അടുത്തൊരു ചട്ടിക്കകത്തും ഉണ്ട്. 4 മണിപ്പൂ, 10 മണിപ്പൂ. പിന്നെ ഇതെല്ലാവർക്കും അറിയാലോ, സ്നേക്ക് പ്ലാന്റ്. ചിലരിത് ഉള്ളിൽ വയ്ക്കും, പക്ഷെ മമ്മി പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇതും നമ്മുടെ തുളസിയാണ്. ഈ കലാപരിപാടി എൻ്റെ ആയിരുന്നു 4 വർഷം മുന്നേ കൊറോണ ടൈമിൽ. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇനി ഒരു ചെറിയ സ്നേക്ക് പ്ലാന്റും കൂടെ കാണാവുന്നതാണ്. സോ ഇത് 2 സെറ്റുണ്ട്. ഇതൊക്കെ ചിലരകത്ത് വയ്ക്കും. പിന്നെ ഇത് മറ്റേ കൊളുന്ത് പോലെ തന്നെ ഇതും നല്ല സ്മെല്ലുള്ളൊരു ലീഫാണ്, അതും മമ്മിയുടെ ഒരു കളക്ഷനിലുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇത് ആൽമരം കേട്ടോ. ഇതും നോക്കിക്കേ, അപ്പുറത്തെ വീടിൻ്റെ ഇടയിൽ കൂടെ വന്നിരിക്കുന്നത്. അതേമാതിരി ഓറിഗാനോ വന്നിരിക്കുന്നുണ്ടല്ലേ, അപ്പുറത്തെ വീട്ടിൽ നിന്നും നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അതും. പിന്നെ ഇതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് കുറേ കളക്ഷനുണ്ട്. പിന്നെ ആ ചീരയും മമ്മി എല്ലായിടത്തും നട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഒരു ഷോ പ്ലാന്റ് ആണ്. പിന്നെ ആ പുറയിൽ നിൽക്കുന്ന വന്നിട്ട് നമ്മൾ MG റോഡിൽ പോയപ്പോൾ മമ്മി അവിടെ നിന്നൊരു സ്ട്രീറ്റിൽ നിന്ന് എടുത്ത് കേട്ടോ, ഒരു ചെറിയ തണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ അത് എത്ര നോക്കിക്കേ വളർന്നിരിക്കുന്നത്. എനിക്കും തന്നിട്ടുണ്ട്.
പിന്നെ അതേമാതിരി അലുവേറയൊക്കെ ദാ മമ്മി അവിടെ തൂക്കിയിട്ടിരിക്കുന്നതാണ് കണ്ടേ. അവിടെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് അലുവേറ. സോ അതും പിന്നെ ഈ ഷോ പ്ലാന്റും കുറേ സ്ഥലത്ത് മമ്മി നട്ടിട്ടുണ്ട്. പിന്നെ ഇതും ഒരു സെറ്റാണ്. ഇതും കുറേ വർഷങ്ങളായിട്ടുള്ളതാട്ടോ. പിന്നെ ഇതും ഒരു ഷോ പ്ലാന്റ്. ഇതൊക്കെ നാട്ടിൽ നിന്ന് മമ്മി ചെറിയൊരു തണ്ട് കൊണ്ടുവരുന്നതാണ്. പിന്നെ ഇതിൽ ലൈക്ക് നന്നായിട്ട് നോക്കിയിട്ട് അതങ്ങ് വളരും. ഇതിൻ്റെ ഒരു പീസ് എനിക്കും തന്നിട്ടുണ്ട്. ഇത് ഈ പൂവിൻ്റെതും എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കൊരു ചെറിയ പീസാണ് തന്നിരിക്കുന്നത്. ഇനി ഇതുപോലെ ഇത് പന്തലിക്കട്ടെ. സോ മമ്മി എന്തെങ്കിലും നട്ടാൽ അതേപോലെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് അത് നന്നായിട്ട് വളരുന്നത്. പിന്നെ ഇതാ ഇത് കണ്ടില്ലേ, അലുവേറ നമ്മളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കും ജെല്ല്, ബട്ട് യു ക്യാൻ സി. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകതരം എന്ന് പറഞ്ഞാൽ ഈ മണി പ്ലാന്റ് ഇവിടുന്ന് കിളിച്ചിട്ട് ഇതൊരു സ്ക്വയർ പോലെയാണ് അതങ്ങനെ വളർന്ന് മമ്മി അത് ഫുൾ ദ എൻറ്റയർ നമ്മുടെ ആ കാർ പോർച്ച് പോലുള്ള സംഭവമില്ലേ അവിടെ മൊത്തം ആ കോറിഡോർ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സ്ക്വയറാണ് അത് കിളിച്ച് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ആ സ്ക്വയർ കംപ്ലീറ്റ് ആവുന്നവരെ ആയി. പിന്നെ ഇതും ഒരു ഷോ പ്ലാന്റ് ആണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതും എനിക്ക് മമ്മി തന്നിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ മമ്മി അകത്തും വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഒരു TV സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇവിടെ ആദിയുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇലുമിനേറ്റിയാണ് ലേറ്റസ്റ്റ് അവൻ്റെ ഡ്രോയിങ് കളക്ഷനകത്തുള്ളത്. സോ ഇതുള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഫ്രിഡ്ജിൻ്റെ പുറത്തും ഇതേപോലെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ എനിക്കൊരു ബോട്ടിലിനകത്തുള്ളതാണ് ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ ചട്ടിക്കകത്ത് വെച്ച് അതും നന്നായിട്ട് വളർന്നു. പിന്നെ ഇത് ഇവിടെ പൂജാമുറിയുടെ അടുത്ത് അവിടെയും ഇതേപോലെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. സോ ഗൈസ് ഉള്ളിലും ഇതുപോലെ വളർത്താം. ആൻഡ് ദെൻ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥയെ കാണണ്ടേ? കമോൺ, ദാ പുള്ളിക്കാരിയാണ് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥ. സോ ഷീ സോ ഫൗണ്ട് ഓഫ് ഓൾ ദി പ്ലാന്റ്സ്. ഒരെണ്ണം ചെറുതായിട്ട് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി, ഷീ വിൽ ഡു വണ്ടേഴ്സ്. അപ്പോൾ എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. സോ അതുകൊണ്ട് ഈ ഒരു വ്ളോഗ് ഞാൻ മമ്മിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബൈ.